നെടുമങ്ങാട് 1.5 വയസ്സുകാരെ കൊലപാതകം യഥാർത്ഥത്തിൽ പ്രതികൾ അഖിലയും അഷ്കറും മാത്രമാണോ? പീഡന വിവരം അറിഞ്ഞിട്ടും അനങ്ങാപ്പാറ പോലെ ഇരുന്ന ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറും കുറ്റക്കാരല്ലേ? ഞാൻ ഒരു കംപ്ലൈന്റ് പറയാനായിട്ടായിരുന്നു വിളിച്ചിരുന്നത്. കുഞ്ഞിന്റെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോ അതില് അവള് തന്നെ വോയിസ് അയച്ചിരിക്കുന്നുണ്ട്, കുഞ്ഞ് വീണു എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ എന്താ പ്രശ്നം? കുട്ടിയെ അയാൾ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. അതെ, എനിക്ക് അങ്ങനെ സംശയമുണ്ട്. കാരണം വീട്ടിന്റെ മേട്ടിൽ നിന്ന് പറയുവാണ്, 5-6 ദിവസം ഞാൻ നോക്കും കൊച്ചിനെ, പിന്നീട് പുഴുത്ത പട്ടിയെ നോക്കുന്നത് പോലെ കൊച്ചിനെ നോക്കത്തുള്ളൂ എന്ന് നമ്മളെ വീടിന്റെ തൊട്ട് മേട്ടിൽ നിന്ന് പറഞ്ഞു. അർത്ഥമാണ് കുട്ടി അവർക്ക് താല്പര്യം ഇല്ല എന്നല്ലേ? നമുക്കങ്ങനെ ഊഹിക്കാൻ പറ്റുമോ സാർ? നിങ്ങളിത് പറയാം, നിങ്ങൾ പേടിച്ച് ഒന്നി പരാതിയായിട്ടും കൊടുക്കണം. കൊടുക്കണം. അല്ല സാർ, പരാതി ഇന്നലെ കൊടുത്തു, ഞാൻ കൊടുത്തു. പക്ഷെ മകളെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. കാരണം ഇന്നലെ രാത്രിയിലെ ആ കൊച്ചിനെ വല്ലതും ചെയ്യുവാണെങ്കിൽ എത്ര ആ ഒരു പേടി ഉള്ളിലുണ്ട്. ഇപ്പോഴും എനിക്ക് നമുക്ക് ഈ ചിന്താഗതി, അപ്പൊ ഈ ചിന്തയുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യമേ ഇതൊക്കെ ചെയ്യണമായിരുന്നു. ആ കുഞ്ഞിന്റെ മുഖം കണ്ടു കഴിഞ്ഞാല് സഹിക്കൂല സാർ. കാരണം വെച്ചാൽ അതിന്റെ ആ ഒരു ദയനീയ അവസ്ഥ. ഞാനും 3 മക്കളെ പെറ്റ് വളർത്തിയെങ്കിലും ഇതുവരെയും എന്റെ കുഞ്ഞുങ്ങളുടെ ദേഹം പോലും മുറിയാൻ അനുവദിക്കാണ്ടാണ് ഞാൻ വളർത്തിയത്. പക്ഷെ അവള് എങ്ങനെ ഈ കുട്ടിയോട് ആ വണ്ടിയോടുകൂടി ഇനിക്കിന്റെ എടുത്ത് എറിഞ്ഞതാണോ, ഇനി അവനെ അടിച്ചെടുത്തതാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം. ചിന്താഗതിയല്ലേ, അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അത് നിങ്ങൾക്ക് അയാളടുത്തുള്ള ദേഷ്യങ്ങളോട് ചിലപ്പോൾ തോന്നുന്നതാണ്. ഇപ്പൊ കുട്ടി തന്നെ വീണത് തന്നെയാവാം. നമ്മൾ എന്ത് ചിന്തിക്കുക? എന്തായാലും അത് പോലീസ് ഒന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ നോക്കട്ടെ, നമ്മളത് അന്വേഷിക്കാം കേട്ടോ. അതേപോലെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ റീന, അതായത് അഖിലയുടെ മാതാവ്, അവർക്ക് ആ പരാതിയുടെ റെസീപ്റ്റ് പോലും നൽകാൻ തയ്യാറാകാത്ത അരുണും, ഇവരെല്ലാം ഇതിൽ കുറ്റക്കാർ തന്നെയല്ലേ? ഇപ്പോൾ ഏവരെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഖിലയുടെ അമ്മ റീന കുഞ്ഞിന്റെ 2 കൈ ഒടിഞ്ഞു കഴിഞ്ഞപ്പോഴും പരാതിപ്പെട്ടിരുന്നു. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറിന് വിളിച്ച് പരാതിപ്പെട്ടിരുന്നു. പക്ഷേ അയാളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ച മറുപടി, അതായത് ആ അമ്മയ്ക്ക് ലഭിച്ച മറുപടി വളരെ ദയനീയമാണ്. കാരണം പോലീസിൽ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, ആ പരാതി അവർ അന്വേഷിക്കട്ടെ, അല്ലാതെ എല്ലാം നിങ്ങളുടെ തോന്നലാകും എന്നാണ് പറയുന്നത്. ഒരിറ്റ് ദയ ആ കുഞ്ഞിനോട് തോന്നി അന്വേഷണം ആരംഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് 1.5 വയസ്സുകാരൻ മരിക്കുകയുണ്ടായിരുന്നില്ല, കൊടും പീഡനത്തിന് ഇരയാവുകയുണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടതാണ് ഒരു യൂട്യൂബിലൂടെ ആ കുഞ്ഞിന്റെ ദയനീയമായിട്ടുള്ള നോട്ടം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒന്നും നമുക്ക് അറിയുകയുണ്ടായിരുന്നില്ല ആ കുഞ്ഞ് ഇത്രയേറെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ ഇപ്പോൾ നമുക്ക് അറിയാം. കാരണം യഥാർത്ഥത്തിൽ ഇതിലെ കുറ്റക്കാര് അഖിലയും അഷ്കറും മാത്രമല്ല. ഈ ഒരു സംഭവം അറിഞ്ഞിട്ടും, അതായത് അഖിലയുടെ മാതാവ് റീനയ്ക്ക് സംശയം തോന്നിയിട്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറിനെ വിളിച്ച് സംസാരിച്ചതാണ്. പരാതി രേഖപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് അത് അർഹതപ്പെട്ടാണോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അരുണും ഈ അഖിലയും ഈ അഷ്കറും അതേപോലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ, ആ മറുതലയ്ക്കൽ ഫോണിൽ സംസാരിച്ച ആ വ്യക്തിയും എല്ലാം കുറ്റക്കാർ തന്നെയാണ്. 1.5 വയസ്സിലൊരു കുഞ്ഞ് അനുഭവിച്ച വേദന ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. 1.5 വയസ്സുകാരൻ കുഞ്ഞിന്റെ അമ്മ ഇവരോട് പറഞ്ഞിട്ടുണ്ടെന്ന്, അതായത് പുഴുത്ത പട്ടിയെ നോക്കുന്ന പോലെ ഞങ്ങൾ നോക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ കുഞ്ഞിനെ കൊണ്ടുപോയത്? കൊലയ്ക്ക് കൊടുക്കാനല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് 51 വെട്ടി നുറുക്കി TP ചന്ദ്രശേഖരൻ പോലും ഇത്രയും വേദന അനുഭവിച്ച് കാണില്ല. കാരണം ആ കുഞ്ഞിന്റെ കാൽപാദം വരെ പൊള്ളി അടർന്നു വീഴുന്ന പാകത്തിലായിരുന്നു. വാരിയെല്ലുകൾക്കൊക്കെ ക്ഷതം, നട്ടലും എല്ലാം. എവിടെയാണ് ആ കുഞ്ഞിനെ പൊള്ളിക്കാത്തതും വേദന അനുഭവിക്കാത്ത ആ കുഞ്ഞിന്റെ ഏത് ശരീരഭാഗമാണുള്ളത്? നമ്മളെല്ലാം കടന്നു പോകുമ്പോൾ ഒരു നിമിഷമെങ്കിലും വായിക്കണം, കണ്ണടച്ചെങ്കിലും കേട്ടു നോക്കണം ആ കുഞ്ഞ് അനുഭവിച്ച വേദന എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ബിന്ദു കൃഷ്ണ തക്കതായിട്ട് ഒരു ശിക്ഷ അവർക്ക് കൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ആരാണോ മറുതലയ്ക്കല് ഫോൺ സംസാരിച്ചത് അവരുടെ ജോലി തെറിപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ ബിന്ദു കൃഷ്ണ ഓർഡർ ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് സ്വാഗതാർഹം തന്നെയാണ്. ഇനി ഇങ്ങനത്തെ ഒരു അനുഭവം ഇവിടെ ആർക്കും ഉണ്ടാകാൻ പാടില്ല. 10 വയസ്സിലൊരു കുഞ്ഞിനെ പീഡിപ്പിച്ചതിന് ഇരട്ട വധശിക്ഷ ഓൺ ദ സ്പോട്ട് വിധിച്ച ഒരു വ്യക്തിയാണ് തമിഴ്നാട്ടിൽ, അതായത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായ ജോസഫ് വിജയ്. അതേപോലെ തന്നെ ഇവിടെയുള്ളവർക്കും തക്കതായ ശിക്ഷ ലഭിക്കണം. ഇതിനുശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് വധശിക്ഷയാണ്, ചോദ്യമില്ല പറച്ചിലുമില്ല. ഇതാണ് നിയമം. ഈ നിയമമാണ് ഇവിടെ നേരത്തെയും വരേണ്ടത്. കാരണം ഇവിടുത്തെ നിയമത്തിന്റെ അപര്യാപ്തത കൊണ്ട് ഒരുപാട് അവിടെ ഇവിടെയായിട്ട്
പല വാർത്തകളും പേടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വന്നപ്പോൾ ഒരുവിധം ലഹരി ഒതുങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പേടിപ്പിക്കപ്പെടുന്ന നിയമം വരുവാണെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ ആരും ഇതേപോലെ ക്രൂരമായിട്ട്, കുട്ടികളെ പോലും ക്രൂരമായിട്ട് കൊല്ലാൻ തയ്യാറാവുകയില്ല. ഇനി ആർക്കും മറ്റൊരു അഷ്കർ ഉണ്ടാവാതിരിക്കട്ടെ. ഒരു കുഞ്ഞും ഇനി അതുപോലെ വേദന സഹിച്ചു മരിക്കാൻ ഇടവരാതിരിക്കട്ടെ.